അപ്പൊസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 21. ജെറുസലേമിലേക്ക് ഞങ്ങൾ അവരിൽ നിന്ന് പിരിഞ്ഞ് കപ്പൽ കയറി നേരെ കോസിലെത്തി. അടുത്ത ദിവസം റോദോസിലേക്കും അവിടെ നിന്ന് പത്താറായിലേക്കും പോയി. ഫെനീഷ്യയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് ഞങ്ങൾ അതിൽ കയറി. ഇടത്തുവശത്തായി സൈപ്രസ് ദൃഷ്ടിയിൽപ്പെട്ടു. എങ്കിലും അത് പിന്നിട്ട് ഞങ്ങൾ സിറിയയിലേക്ക് തിരിച്ചു. ചരക്കിറക്കാൻ കപ്പൽ ടയറിലെടുത്തപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങൾ 7 ദിവസം അവിടെ താമസിച്ചു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അവർ പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. അവിടുത്തെ താമസം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവരെല്ലാവരും നഗരത്തിന് വെളിയിൽ വരെ ഞങ്ങളെ അനുയാത്ര ചെയ്തു. സമുദ്രതീരത്ത് മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വിടവാങ്ങുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ കപ്പലിൽ കയറി അവർ വീടുകളിലേക്ക് മടങ്ങി. ടയറിൽ നിന്നുള്ള യാത്രയുടെ അവസാനത്തിൽ ഞങ്ങൾ ടോളെമായിസിൽ എത്തിച്ചേർന്നു. അവിടെ സഹോദരരെ അഭിവാദനം ചെയ്യുകയും അവരുടെ കൂടെ ഒരു ദിവസം താമസിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കേസറിയയിലെത്തി. 7 പേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകനുമായ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ കൂടെ താമസിച്ചു. കന്യകമാരും പ്രവചനവരം ലഭിച്ചവരുമായ 4 പുത്രിമാർ അവനുണ്ടായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അഗാബോസ് എന്നുപേരുള്ള ഒരു പ്രവാചകൻ യൂദയായിൽ നിന്ന് അവിടെ എത്തി. അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പൗലോസിൻ്റെ അരപ്പട്ടയെടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസ്താവിച്ചു: പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു, ജെറുസലേമിൽ വെച്ച് യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതികർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു: നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കുകയോ? യെറുസലേമിൽ വെച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല, മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവനെ സമ്മതിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്മാറി. ആ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ യാത്രയ്ക്കൊരുങ്ങി ജെറുസലേമിലേക്ക് പുറപ്പെട്ടു. കേസറിയയിൽ നിന്നുള്ള ചില ശിഷ്യരും ഞങ്ങളോടൊപ്പം വന്നു. ആദ്യകാല ശിഷ്യരിൽ ഒരുവനായ സൈപ്രസുകാരൻ ന്യാസ്മോസിൻ്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് താമസിക്കേണ്ടിരുന്നത്. അതിനാൽ അവനെയും അവർ കൂട്ടത്തിൽ കൊണ്ടുപോന്നിരുന്നു. ജെറുസലേമിലെ തീരുമാനം. ഞങ്ങൾ ജെറുസലേമിൽ എത്തിയപ്പോൾ സഹോദരർ സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു. അടുത്ത ദിവസം പൗലോസ് ഞങ്ങളോടൊത്ത് യാക്കോബിൻ്റെ അടുക്കലേക്ക് പോയി. ശ്രേഷ്ഠന്മാരെല്ലാവരും അവിടെ വന്നു കൂടി. അവരെ അഭിവാദനം ചെയ്തതിന് ശേഷം പൗലോസ് തൻ്റെ ശുശ്രൂഷ വഴി വിജാതിയരുടെ ഇടയിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു. അവർ അത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു. അവർ അവനോട് പറഞ്ഞു: സഹോദരരാ, വിശ്വാസം സ്വീകരിച്ചവർ എത്രയായിരം യഹൂദരുണ്ടെന്ന് നോക്കൂ. അവരെല്ലാം നിയമം പാലിക്കുന്നതിൽ വലിയ നിഷ്ഠയുള്ളവരാണ്. എന്നാൽ ശിശുക്കളെ പരിച്ഛേദം ചെയ്യുകയോ പരമ്പരാഗതമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മോശയെ അവഗണിക്കാൻ വിജാതിയരുടെ ഇടയിലുള്ള യഹൂദരെ നീ പഠിപ്പിക്കുന്നുവെന്ന് അവർ കേട്ടിരിക്കുന്നു. നീ വന്നിട്ടുണ്ടെന്ന് അവർ തീർച്ചയായും അറിയും. എന്താണിനി ചെയ്യേണ്ടത്? അതിനാൽ ഞങ്ങൾ പറയുന്നത് പോലെ നീ പ്രവർത്തിക്കാം. വ്രതമെടുത്ത 4 പേർ ഞങ്ങളുടെ കൂടെയുണ്ട്. അവരോടൊപ്പം പോയി നീയും നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. അവരുടെ ശിരോമുണ്ഡനത്തിനുള്ള ചെലവും നീ വഹിക്കുക. അങ്ങനെ നീ തന്നെ നിയമമനുസരിച്ച് ജീവിക്കുന്നുവെന്നും നിന്നെക്കുറിച്ച് അവർ കേട്ടിരിക്കുന്ന വാർത്തയിൽ കഴമ്പില്ലെന്നും സകലതും അറിഞ്ഞുകൊള്ളൂ. എന്നാൽ വിശ്വാസം സ്വീകരിച്ച വിജാതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു എഴുത്തയച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തുനിരിച്ച് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് അവർ അകന്നിരിക്കണമെന്ന് ഞങ്ങളുടെ തീരുമാനം അതുവഴി അറിയിച്ചിട്ടുണ്ട്. പൗലോസ് അവരെ കൂട്ടിക്കൊണ്ടുപോയി അടുത്ത ദിവസം തന്നെ അവരോടൊപ്പം ശുദ്ധീകരണ കർമ്മം നടത്തി. ദിവസവും അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ബലിയർപ്പിക്കാനുണ്ടെന്നുള്ള വിവരവും അറിയിക്കാൻ വേണ്ടി അവൻ ദേവാലയത്തിൽ പോയി. പൗലോസിനെ ബന്ധിക്കുന്നു. 7 ദിവസം തികയാറായപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള യഹൂദർ അവനെ ദേവാലയത്തിൽ കണ്ടു. അവർ ജനക്കൂട്ടത്തെ ഇളക്കുകയും അവനെ പിടികൂടുകയും ചെയ്തു. അവർ വിളിച്ചു പറഞ്ഞു: ഇസ്രായേൽ ജനമേ, സഹായിക്കുവിൻ. ജനത്തിനും നിയമത്തിനും ഈ സ്ഥലത്തിനും എതിരായി എല്ലായിടത്തും ആളുകളെ പഠിപ്പിക്കുന്നവൻ ഇവൻ തന്നെ.
മാത്രമല്ല ഇവൻ ഗ്രീക്കുകാരെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഈ പരിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തെന്നാൽ നഗരത്തിൽ വെച്ച് നേരത്തെ അവനോടൊപ്പം എഫേസസുകാരനായ ത്രോഫിമോസിനെയും അവർ കണ്ടിരുന്നു. പൗലോസ് അവനെയും ദേവാലയത്തിൽ കൊണ്ടുവന്നിരിക്കും എന്ന് അവർ വിചാരിച്ചു. നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായി. ആളുകൾ ഓടിക്കൂടി. അവർ പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നു. ഉടൻ തന്നെ വാതിലുകൾ അടയ്ക്കുകയും ചെയ്തു. അവർ പൗലോസിനെ കൊല്ലാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജെറുസലേം മുഴുവൻ ബഹളത്തിലാണെന്ന് സഹസ്രാധിപന് അറിവ് ലഭിച്ചു. അവൻ ഉടനെ തന്നെ ഭടന്മാരെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുക്കലേക്ക് പാഞ്ഞെത്തി. ഭടന്മാരെയും സഹസ്രാധിപനെയും കണ്ടപ്പോൾ പൗലോസിനെ പ്രഹരിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചു. സഹസ്രാധിപൻ വന്ന് അവനെ പിടിച്ചു. അവനെ 2 ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ അവൻ കൽപ്പിച്ചു. അവൻ ആരാണെന്നും എന്ത് ചെയ്തുവെന്നും സഹസ്രാധിപൻ അന്വേഷിച്ചു. ആൾക്കുള്ളത്തിൽ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ബഹള നിമിത്തം വസ്തുത ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ കൽപ്പന നൽകി. നടയിലെത്തിയപ്പോഴേക്കും ജനക്കൂട്ടത്തിൻ്റെ കയ്യേറ്റ നിമിത്തം പടയാളികൾ അവനെ എടുത്തുകൊണ്ടുപോവുകയാണ് ചെയ്തത്. അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം പുറകെ കൂടി സഹസ്രാധിപൻ്റെ മുമ്പിൽ. പാളയത്തിലെത്താറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അവൻ ചോദിച്ചു, നിനക്ക് ഗ്രീക്ക് ഭാഷ അറിയാം അല്ലേ? അപ്പോൾ അടുത്ത കാലത്ത് കലാപമുണ്ടാക്കുകയും 4000 ഭീകരപ്രവർത്തകരെ മരുഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്ത ഈജിപ്തുകാരനല്ലേ നീ? പൗലോസ് പറഞ്ഞു, കിലിക്യായിലെ താർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ് ഞാൻ. അപ്രധാനമല്ലാത്ത ഒരു നഗരത്തിലെ പൗരൻ. ജനത്തോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അനുവാദം കിട്ടിയപ്പോൾ പൗലോസ് നടയിൽ നിന്നുകൊണ്ട് ജനത്തോട് ആഗ്യം കാണിച്ചു. അവർ പൂർണ്ണ നിശബ്ദരായി. ഹെബ്രായ ഭാഷയിൽ അവൻ പ്രസംഗം ആരംഭിച്ചു. പൗലോസ് ജെറുസലേമിലേക്ക് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. ഇതാരൊക്കെയാണ് നമ്മുടെ പൗലോസിനെ സംശയിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് എതിരാളികളെന്ന്. ഒരു ഗ്രൂപ്പ് ആൾക്കാർ ജൂയിഷ് ക്രിസ്ത്യൻസാണ്. അവർ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് യഹൂദർ, ഈശോയെ വിശ്വസിക്കാത്ത യഹൂദർ. അടുത്ത കൂട്ടരെന്ന് പറഞ്ഞ് റോമൻ റൂളേഴ്സ്. അപ്പം ഇവരോട് നിരന്തരം അതുകൊണ്ട് പൗലോസിന് എവിടെ ചെന്നാലും ഇവരിൽ നിന്ന് എതിർപ്പുകൾ, കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഈശോയെ ഈ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും അങ്ങ് ഇടപെടണമേ. അവരുടെ ദുഃഖങ്ങളെ അങ്ങ് സന്തോഷങ്ങളാക്കി മാറ്റുമാറാകണമേ. കണ്ണുനീരുകളെ അവിടുന്ന് കാണുമാറാകണമേ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാ വിദേശ മലയാളികളും ഈശോയുടെ കരങ്ങളിലേക്ക് തരുന്നു. അവരുടെ ജീവിതത്തിൽ അതിശക്തമായി ഉടനെ ഇടപെടണമേ. ആമേൻ.